യോഗയെ എതിർത്തവരാണ് ഇന്ന് ഭാരതാംബയെ എതിർക്കുന്നവരെന്നും യോഗയെ ഏറ്റെടുത്തതുപോലെ 2-3 വർഷത്തിനുള്ളിൽ ഭാരതാംബയെയും അവർ ഏറ്റെടുക്കുമെന്നും ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ക്ലിഫ് ഹൗസിൽ വരെ ഭാരതാംബയുടെ ചിത്രം വെക്കുന്നത് അതിവിദൂരമല്ല. യോഗ ആചരിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ യോഗ അപരിഷ്കൃതമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് ഇന്ന് യോഗയുടെ അംബാസിഡർമാരായി വിലസുന്നതെന്നും കെ സുരേന്ദ്രൻ കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. രാജ്ഭവനിൽ വെക്കാൻ പാടില്ല എന്ന് പറയാനുള്ള ഒരധികാരവും സംസ്ഥാന ഗവൺമെന്റിനോ ഇവിടുത്തെ മന്ത്രിമാർക്കോ ഇല്ല. യോഗയുടെ കാര്യം പറഞ്ഞതുപോലെ യോഗാ ദിനം 2014 ആരംഭിച്ചപ്പോൾ ഈ മന്ത്രിമാരെല്ലാവരും മുഖ്യമന്ത്രി അടക്കം ഇത് പഴഞ്ചനാണ്, അപരിഷ്കൃതമാണ്, സംഘപരിവാറിൻ്റെ അജണ്ടയാണെന്ന് പറഞ്ഞ് കളിയാക്കിയതായിരുന്നു. ഇപ്പോൾ യോഗയെ അവർ അംഗീകരിച്ചു. 2-3 വർഷം കഴിയുമ്പോൾ നമ്മുടെ ക്ലിഫ് ഹൗസിലും, രാജ്ഭവനിൽ മാത്രമല്ല നമ്മുടെ ക്ലിഫ് ഹൗസിലും ഭാരതാംബയും കാവിക്കൊടിയും ഉയർന്നു നിൽക്കും. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. കേരളവും ഈ ദേശീയ ഗംഗാ പ്രവാഹത്തോടൊപ്പം നീങ്ങുകയാണ്. അതാണ് ഇത് നൽകുന്ന സൂചന. ഒരു തരത്തിലും മന്ത്രിമാരുടെ ഈ നിലപാട് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അത് വോട്ട് ബാങ്കിന് വേണ്ടി മാത്രമുള്ളതാണ്. താമരവൽക്കരണം, താമരയാണല്ലോ നമ്മുടെ ലക്ഷ്മി ദേവിയുടെ എവിടെയുള്ളത്. നിങ്ങൾ ഈ അരിവാളും ചുറ്റികയും മറ്റേ ബോംബും ഒക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം. ഈ നാടിൻ്റെ ദേശീയതയുടെ പ്രതീകമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അപ്പോൾ ഈ കൊലപാതകങ്ങളുടെ ചിഹ്നങ്ങൾ കൊണ്ട് നടക്കുന്നവർക്ക്, ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊല്ലുന്നവർ, 52 വെട്ടുവെട്ടുന്നവർ, അവർക്കൊന്നും ഇത് സഹിക്കില്ല. ഇത് നമ്മളെ നാട് ഇങ്ങനെയാണ് സർ. ഇത് ചൈനയല്ല, കമ്മ്യൂണിസ്റ്റായ കിഴക്കൻ യൂറോപ്പല്ലേ, ഇന്ത്യയാണ്. അപ്പോൾ ഇത് ഇന്ത്യയുടെ പ്രതീകം അങ്ങനെയാണ്. ഫാമിലി വെഡിംഗ് സെന്റർ, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ.